എല്ലാവർക്കും നമസ്കാരം. ഞാൻ രഞ്ജിത്ത് ആർ കെ തഴവ. എൻട്രി ഓഫ് സ്പോക്കൺ ഇംഗ്ലീഷ് മലയാളം എന്ന യൂട്യൂബ് ചാനലിൻ്റെ ഒരു പുതിയ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത് നമ്മൾ തെറ്റായിട്ട് പ്രൊനൗൺസ് ചെയ്യുന്ന കുറച്ച് വാക്കുകളുടെ റൈറ്റ് പ്രൊനൗൺസിയേഷൻ നിങ്ങളുടെ മുമ്പിൽ എത്തിക്കാൻ വേണ്ടിയാണ്. ഒരു ക്ലാസ് ഞാൻ ആൾറെഡി ചെയ്ത് കഴിഞ്ഞതാണ്. ആദ്യത്തെ വാക്ക് ACCORD, നമ്മൾ അക്കോർഡ് എന്ന് പറയും. കറക്റ്റ് പ്രൊനൗൺസിയേഷൻ എക്കോട്ട്, എക്കോട്ട് എന്നാണ് ഉപയോഗിക്കുന്നത്. ബേബി നമ്മൾ ഉച്ചരിക്കുന്നത് ഇങ്ങനെയാണ്. കൃത്യമായ പ്രൊനൗൺസിയേഷൻ ബേബി. എന്താണ്? ബേബി. അങ്ങനെയാണ് ഉപയോഗിക്കുന്നത്. അടുത്ത വാക്ക് അറ്റ്മോസ്ഫിയർ. ഇങ്ങനെയാണ് നമ്മൾ പ്രൊനൗൺസ് ചെയ്യുന്നത്. കൃത്യമായ പ്രൊനൗൺസിയേഷൻ അറ്റ്മോസ്ഫിയർ. ഒരിക്കൽ കൂടി എറ്റ്മോസ്ഫിയർ. അത് അറ്റ്മോസ്ഫിയർ അല്ല, എറ്റ്മോസ്ഫിയർ എന്നാണ്. BUFFET. മിക്കവാറും ചില ആൾക്കാർ ഇത് വായിക്കുന്നത് ബുഫറ്റ് എന്നൊക്കെയാണ്, ബഫറ്റ് എന്നൊക്കെയാണ്. കൃത്യമായ ഉച്ചാരണം ബുഫെ. എന്താണ്? ബുഫെ എന്നാണ് ഇത് വായിക്കുന്നത്. മറ്റൊരു വാക്കാണ് കഫേ, CAFE. നമ്മളെല്ലാവരും ഉച്ചരിക്കുന്നത് കഫേ എന്നാണ്. കൃത്യമായ ഉച്ചാരണം കാഫെ എന്നാണ്. കാഫെ, ക എന്ന വാക്കിന് ദീർഘമുണ്ട്. കാഫെ എന്നാണ് ഉച്ചരിക്കുന്നത്. ക്യാപ്റ്റൻ നമ്മളെല്ലാവരും ഉച്ചരിക്കുന്നൊരു വാക്കാണ് ക്യാപ്റ്റൻ. തെറ്റ്, ക്യാപ്റ്റിൻ. കൃത്യമായ ഉച്ചാരണം ക്യാപ്റ്റിൻ എന്നാണ് ഉച്ചരിക്കുന്നത്. അടുത്ത വാക്ക് കാർപ്പറ്റ്. നമ്മൾ ഉച്ചരിക്കുന്നത് കാർപ്പറ്റ് എന്നാണ്. തെറ്റ്, കാർപ്പിറ്റ്. കൃത്യമായ ഉച്ചാരണം കാർപ്പിറ്റ് എന്നാണ്. ക്യാരിയേജ് എന്ന വാക്ക് നമ്മൾ ഉച്ചരിക്കാറുണ്ട് തെറ്റായി. അതിൻ്റെ കൃത്യമായ ഉച്ചാരണം ക്യാരിജ്. എന്താണ്? ക്യാരിജ്. കോളേജ്. തെറ്റ്, കൊലിജ്. എന്താണ് കൃത്യമായ ഉച്ചാരണം? കൊലിജ്. നോളഡ്ജ്. തെറ്റ്, നോളഡ്ജ് എന്നാണ്. ഒരിക്കൽ കൂടി നോളഡ്ജ് എന്നാണ് ഉച്ചരിക്കുന്നത്. വളരെ തെറ്റായിട്ട് ഉച്ചരിക്കുന്ന രണ്ട് വാക്കുകൾ CHAOS. ചിലരിത് വായിക്കുന്ന കാവോസ് എന്നൊക്കെയാണ്. അതിൻ്റെ കൃത്യമായ ഉച്ചാരണം കയസ്. എന്താണ്? കയസ്. CLICHE. നമ്മളത് വായിക്കുമ്പോൾ ക്ലീച്ച എന്നൊക്കെ വായിക്കും. കൃത്യമായ ഉച്ചാരണം ക്ലീഷെ. എന്താണ്? ക്ലീഷെ. അടുത്ത വാക്ക് ഡാമേജ് എന്നാണ് നമ്മൾ ഉച്ചരിക്കുന്നത്. കൃത്യമായ ഉച്ചാരണം ഡാമേജ്. എന്താണ്? ഡാമേജ്. ELITE നമ്മൾ ഉച്ചരിക്കുന്നത് എലൈറ്റ്. നമ്മൾ ഉച്ചരിക്കുന്നത് എലൈറ്റ് എന്നാണ്. കൃത്യമായ ഉച്ചാരണം എലീറ്റ്. എന്താണ്? എലീറ്റ് എന്നാണ് ഉച്ചരിക്കുന്നത്. MIRAGE നമ്മളിതിനെ മിറേജ് എന്ന് വായിക്കും. ഇതിൻ്റെ കൃത്യമായ ഉച്ചാരണം മിറാഷ്. GARAGE നമ്മൾ ഗ്യാരേജ് എന്ന് ഉച്ചരിക്കും. കൃത്യമായ ഉച്ചാരണം ഗറാഷ്. എന്താണ്? ഗറാഷ്. പാക്കറ്റ്, PACKET നമ്മൾ പാക്കറ്റ് എന്ന് ഉച്ചരിക്കും. ഇതിൻ്റെ കൃത്യമായ ഉച്ചാരണം പാക്കറ്റ്. എന്താണ്? പാക്കറ്റ്. പ്ലംബർ നമ്മൾ തെറ്റിച്ച് ഉച്ചരിക്കുന്ന വാക്കാണ്. കൃത്യമായ ഉച്ചാരണം പ്ലംബർ. എന്താണ്? പ്ലംബർ. അടുത്ത വാക്ക് നമ്മൾ ഉച്ചരിക്കുന്നത് പ്രസ്റ്റീജ്. പ്രസ്റ്റീജ്. തെറ്റ്, പ്രസ്റ്റിഷ്. എന്താണ്? പ്രസ്റ്റിഷ്. നമ്മൾ ഉച്ചരിക്കുന്നത് വോട്ട്. തെറ്റ്, വോട്ട്. എന്താണ്? വോട്ട്. വോട്ടല്ല, അത് വോട്ട് ആണ്. അവസാനത്തെ രണ്ട് വാക്ക് നമ്മൾ ഉച്ചരിക്കുന്നത് വുമൺ, വിമൻ. നമ്മൾ ഉച്ചരിക്കുന്നത് രണ്ടും വുമൺ എന്നും വുമൻ എന്നുമാണ്. തെറ്റ്. ഒരാളെ ഉള്ളെങ്കിൽ വുമൺ. ഒന്നിൽ കൂടുതൽ സ്ത്രീകളാണെങ്കിൽ വിമൻ. സ്പെല്ലിങ് WOMEN. ഇതിനെ വിളിക്കുന്നത് വിമൻ എന്നാണ്. ക്ലാസ് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചത് നമ്മൾ ദൈനംദിന ജീവിതത്തിൽ ഉപയോഗിക്കുകയും തെറ്റിച്ചുച്ചരിക്കുകയും ചെയ്യുന്ന കുറച്ച് വാക്കുകളാണ്. ഫോണറ്റിക്സ്, കൃത്യമായിട്ടുള്ള അതിൻ്റെ പ്രൊനൗൺസിയേഷനാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലോട്ട് എത്തിച്ചത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീണ്ടും പുതിയ ക്ലാസ്സുമായി എത്തുന്നത് വരെ തൽക്കാലത്തേക്ക് വിടവാങ്ങുന്നു. താങ്ക് യു. ബൈ ഫ്രം രഞ്ജിത്ത് ആർ കെ തഴവ.